ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പലസ്തീനികളെ കുറിച്ചും പലസ്തീന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലസ്തീനികൾ മുഴുവൻ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചു തീരാറായി എന്ന് നമ്മൾ പലപ്പോഴും ധരിക്കാറുണ്ട്. എന്നാൽ ആ ധാരണ വെറുതെയാണ്. പലസ്തീനിൽ രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. അതിൽ ഒരു വിഭാഗം മാത്രമേ യുദ്ധം മൂലമുള്ള മരണവും അതിന്റെ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുള്ളൂ. പലസ്തീൻ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളാണ്. അതിലൊന്ന് വെസ്റ്റ് ബാങ്ക് പ്രദേശമാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പ്രദേശം ഇസ്രായേലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഈ പ്രദേശങ്ങൾ പലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലുമാണ് നിയന്ത്രിക്കുന്നത്. അടുത്തത് ഗാസ മുനമ്പാണ്. മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുള്ള ഈ ചെറിയ പ്രദേശം ഇസ്രായേലിനും ഈജിപ്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹമാസ് ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശമുള്ളത്. ഈ രണ്ട് പ്രദേശങ്ങളെയും ചേർത്താണ് ഇസ്രായേൽ അധിനിവേശ പ്രദേശം എന്ന് നമ്മൾ പറയാറുള്ളത്. എന്നാൽ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമുള്ളവർ ഇസ്രായേൽ പലസ്തീൻ ഭരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കുന്ന ഒരു വിഭാഗമാണ്. ഇസ്രായേലിനോട് ഇങ്ങനെ താല്പര്യം അവർ കാണിക്കാൻ കാരണം വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമുള്ള പലസ്തീൻകാർ ഇസ്രായേലിൽ ജോലി ചെയ്യുകയോ അതല്ലെങ്കിൽ ഇസ്രായേലി കമ്പനികളുമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ പ്രദേശത്തുള്ളവരെ യുദ്ധമോ പട്ടിണിയോ ഒന്നും തന്നെ ബാധിക്കുന്നുമില്ല. തന്നെയുമല്ല, ഇസ്രായേലുമായി സഹകരിക്കുന്നതുകൊണ്ട് ഈ പലസ്തീനികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് യുദ്ധത്തിനൊന്നും പോവാതെ ഈ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ, അതായത് പഴയ യാസർ അറാബത്തിന്റെ PLOയുടെ ഇപ്പോഴത്തെ നേതാവായ മഹമ്മൂദ് അബ്ബാസിന്റെ ഭരണത്തിൽ ഇസ്രായേൽ ശിങ്കിടികളായിട്ടാണ് ഇവരിപ്പോൾ കഴിയുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ ഭരണം നടത്തുന്നതിന് ഇസ്രായേലി സുരക്ഷാ സേനയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ മഹമ്മൂദ് അബ്ബാസ് ഇപ്പോൾ ഭരിക്കുന്നത്. ഹമാസ് ബന്ദികളെ വിട്ടുകൊടുത്ത് ഗസയുടെ ഭരണം വിട്ടൊഴിഞ്ഞാൽ പലസ്തീന് സ്വാതന്ത്ര്യം കൊടുത്ത് പലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറാമെന്ന് നെതന്യാഹു നിരന്തരം പറയുന്നത് ഈ മഹമ്മൂദ് അബ്ബാസിനെ പോലെയുള്ള ഉണ്ണാക്കന്മാരെ അവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ സ്വാതന്ത്ര്യം നൽകിയാൽ പോലും പിന്നീടുള്ള കാലം പലസ്തീൻ ഇസ്രായേലിന്റെ അധീനതയിൽ തന്നെ കഴിഞ്ഞുകൊള്ളും എന്നൊരു ധാരണയിലാണ് നെതന്യാഹു ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഇക്കാര്യം അറിയാവുന്ന ചില പലസ്തീനികൾ ഇസ്രായേലുമായുള്ള പലസ്തീൻ അതോറിറ്റിയുടെ ഈ ബന്ധത്തെ വിമർശിക്കാറുണ്ടെങ്കിലും അധികാര കൊതിമൂത്ത മഹമ്മൂദ് അബ്ബാസ് ഇതൊന്നും കാര്യമാക്കാറില്ല. വേണമെങ്കിൽ അത്തരക്കാരെ പിടിച്ച് ഇസ്രായേലി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അത്ര മിടുക്കനാണ് ഇവരാണ്. ഇങ്ങനെ സ്വന്തം കാര്യം നോക്കുന്ന ഇവരെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പലസ്തീനികൾക്ക് സഹായം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ചില പിരിവുകളൊക്കെ നടത്തുന്നുണ്ട്. പിരിച്ചു കിട്ടുന്ന ക്യാഷ് ഗസയുടെ പേരുള്ള സിമ്പതി കൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും 10 പൈസ ഗസയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഗസയിലേക്ക് പുറത്തുനിന്ന് ഒരു സഹായവുമായി ആരും കടന്നു ചെല്ലാൻ സൈനിസ്റ്റ് സൈന്യം അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒരു പൊതിച്ചോറ് പോലും കടത്തിവിടാത്ത കൊണ്ടാണല്ലോ 2-3 മാസമായിട്ട് ഗസയിലെ ആൾക്കാർ മുഴുവൻ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കാശ് പിരിച്ചാൽ അതൊരിക്കലും ഗസയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് സത്യം. അവർ ഈ കാശ് കൊണ്ടുപോയി വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീനികൾക്ക് കൊടുത്താൽ കൊടുക്കുന്നതിന്റെ പ്രയോജനം ദുരിതം അനുഭവിക്കുന്നവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാശില്ലാഞ്ഞിട്ട് പട്ടിണി കിടക്കുന്നവരല്ല ഗസക്കാര്. അവർക്ക് പണവും വസ്ത്രങ്ങളും വീട്ടു സാധനങ്ങളും വീടും ഉൾപ്പെടെ സകല സന്നാഹങ്ങളുമായിട്ട് സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ട്രക്കുകൾ ഗസയ്ക്ക് പുറത്ത് കെട്ടിക്കിടപ്പുണ്ട്. പക്ഷെ സൈനിസ്റ്റ് ഭീകരർ ഈ ട്രക്കുകളെ ഗസയിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് പ്രശ്നം. ശരിക്കും സഹായം ആവശ്യമുള്ളത് ഗസക്കാർക്കാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ പലസ്തീനികൾക്കല്ല. നമ്മളീ കൊടുക്കുന്ന കാശ് കൊണ്ട് കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് വെസ്റ്റ് ബാങ്കുകാർക്ക് കഴിയാം എന്നുള്ളതാണ് ഇതിന്റെ ഫലം. അവർ ഒരിക്കലും ഹമാസിന് അനുകൂലമല്ല എന്നുള്ളതാണ് സത്യവും. എന്നാൽ മഹമ്മൂദ് അബ്ബാസിന്റെ പക്ഷക്കാരായ ഇവരെ സംബന്ധിച്ച് ഗസക്കാർ മരിച്ച് പണിയെടുത്ത് പലസ്തീനും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവകാശം ഉന്നയിക്കാനും പലസ്തീൻ ഭരിക്കാനും ഇസ്രായേലിനെ അനുസരിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ച് നടക്കുന്ന ഒരു മിടുക്കന്മാരാണ്. ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹമാസിനെതിരായിട്ട് പ്രതിഷേധങ്ങൾ നടത്താൻ ഇസ്രായേലികൾ പലസ്തീനികളെ ഉപയോഗിക്കുന്നതും അത് പിന്നീട് വാർത്തയാക്കുന്നതും. നമ്മളൊക്കെ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് ഹമാസിനെതിരായി പലസ്തീനികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അത് ഇത്തരം പെയ്ഡ് പ്രൊമോഷനാണ്. ഇസ്രായേലിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ പലസ്തീനികൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളാണ്. അവർ പണം വാങ്ങിക്കൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടെ വെസ്റ്റ് ബാങ്കിന്റെ ചില പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഈ സൈനിസ്റ്റ് ഭീകരർ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ജെറുസലേമിലോ ഒക്കെ ഉള്ള മറ്റു പലസ്തീനികൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുമില്ല. ഇവന്മാരുടെ ഈ ഉള്ളിലിരിപ്പും ഇസ്രായേലി അടിമത്വവും അറിയാവുന്നത് കൊണ്ട്
പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾ ഈ വിഭാഗങ്ങളെ തങ്ങളുടെ പോരാട്ടത്തിന് എതിരായിട്ടുള്ളവരായിട്ടാണ് കരുതുന്നത്. അതാണ് പലസ്തീനിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതിലൊരു വിഭാഗം പലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും മറ്റേ വിഭാഗം ഇസ്രായേലിന്റെ അടിമത്വം ആഗ്രഹിച്ച് കഴിയുന്നവരുമാണ്. ഗസയിൽ ഇപ്പോ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഗസയുടെ പല ഭാഗങ്ങളിലും, അതായത് ടെന്റടിച്ച് തുറന്ന പ്രദേശത്ത് കഴിയുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഭയങ്കരമായ ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ ടെന്റിൽ കഴിയുന്നവരെ പോലും ടെന്റിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ആ സ്ഥലങ്ങൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുപോലെ ഗസയിലെ ഇതുവരെ ആക്രമണം നടത്താത്ത ചില ഭാഗത്തെ സ്കൂളുകളെ സൈനിക താവളങ്ങളായി ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന ചില വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസ നഗരത്തിലെ അൽ സൈത്തൂൺ പ്രദേശത്തുള്ള അൽ ഫുർഖാൻ സ്കൂൾ സൈനിക താവളമായി ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് വലിയ ആക്രമണം ഹമാസ് നടത്തുന്നതിന്റെ വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസയിൽ ഈ ഇസ്രായേലി ഭീകരർ താമസിക്കുന്ന വീടുകളിലേക്ക് ഹമാസിന്റെ ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ട് അവരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയും അതുപോലെ ലൈറ്റ് ആയുധങ്ങളും ഹാൻഡ് ഗ്രനേഡുകളും ഉപയോഗിച്ച് അവിടെ എല്ലാം പകർക്കുന്ന വീഡിയോകളൊക്കെ അവർ ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൂടാതെ മെർക്കാര ടാങ്കുകൾ അവരുടെ ആയുധങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വളരെ കുശാലായിട്ടാണ് ഗസയിൽ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം. മരണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ അവന്മാർക്കിട്ട് പണി കിട്ടുന്നുണ്ട്. അങ്ങനെ ഗസ പിടിച്ചെടുക്കാമെന്ന് കരുതി ചെന്ന് കയറി വയറ് പൊട്ടുന്ന തരത്തിൽ തിരിച്ചടി കിട്ടുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിപ്പോ ചർച്ചയാകാം എന്ന് നെതന്യാഹു ഇന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. സമയവും സ്ഥലവും അറിയിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ചർച്ചയ്ക്ക് ഞാൻ ആളെ വിടാം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യുദ്ധം പൊടിപൊടിക്കുമ്പോൾ എടുത്തു പറയേണ്ട ചില മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ UAE എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കുളിരും ഒന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചു പൊളിച്ച് പോരാം എന്നൊക്കെ കരുതുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഈ UAE തന്നെ ഇസ്രായേൽ ഇപ്പോൾ ആയുധങ്ങൾ കൈമാറുന്നു എന്നൊരു വാർത്ത വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. UAEയുടെ FY-4942 സൈനിക കാർഗോ വിമാനം ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എമിറേറ്റ്സിൽ നിന്നും ആദ്യമായി അവരവരാൾ കഴിയുന്ന സഹായം ഇപ്പോൾ ഇസ്രായേലിന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലുമായി കൂടുതൽ അടുപ്പമുള്ള ജോർദാൻ പോലും ഈ ആയുധങ്ങളുമായി പോയ വിമാനത്തിന് ഈ ജോർദാന്റെ വ്യോമപാത ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കാത്തത് കൊണ്ട് ഈ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സൈനിക വിമാനം ഇസ്രായേലിലേക്ക് പോയത് എന്നുള്ളതാണ് വളരെയധികം ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അത്ര റിസ്ക് എടുത്തുകൊണ്ടാണ് ഇവർ ഈ സാധനം ഇസ്രായേലിൽ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിട്ടിട്ട് ആ ഗസയിലുള്ള കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊന്നൊടുക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അവന്മാരെ നമുക്കൊരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ UAE ആദ്യമായിട്ടാണ് ഇങ്ങനെ ആയുധങ്ങൾ അയച്ചതെങ്കിലും സൗദി പലതവണ ഇങ്ങനെ ആയുധങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ അയക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ തവണ അവർ ആയുധങ്ങൾ അയച്ചപ്പോൾ ഇറ്റാലിയൻ ഡോക്ക് തൊഴിലാളികൾ ഈ ആയുധങ്ങളെ തടഞ്ഞതായ വാർത്തയും നമ്മളാരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അത്ര രഹസ്യമായിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിന്റെയും ഈ നെതന്യാഹുവിന്റെ ഒക്കെ സൗഹൃദം അറബ് രാഷ്ട്രങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്താവശ്യപ്പെട്ടാലും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. അത്ര ഭയമാണ് ഇവരെ. ഇവന്മാർ ഈ ആയുധങ്ങളെല്ലാം കൊടുത്ത് ഇസ്രായേൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എല്ലാം കൂട്ടക്കൊല ചെയ്യുമ്പോൾ അയ്യോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് അപ്പുറത്ത് മാറിയിരുന്നത് നിലവിളിക്കുന്ന ഒരു പരിപാടി ഉമ്മാരുടെ കയ്യിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഇറാനെ നമ്മൾ വല്ലാതെ സ്നേഹിച്ചു പോകുന്നത് എന്ന് ഓർക്കണം. അവരെത്ര ചങ്കൂറ്റത്തോടെയാണ് ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ നേരിടുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇവരെ സംബന്ധിച്ച് തിന്നണം, ഉറങ്ങണം, പെണ്ണ് കെട്ടണം, ഈ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. സ്വന്തം കാൽക്കീഴിലെ മണ്ണ് പോലും ഊർന്നു പോകുന്നത് ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇസ്രായേലിന്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നിട്ട് പോലും ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്നത് കണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തിയിടത്താണ് ഈ വെള്ള മക്കരയിട്ട് ഈ ഷണ്ടന്മാരെ ജൂതന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്ന് ഓർക്കണം. ലോകത്ത് മനുഷ്യർ എത്ര തരമാണുള്ളത്. ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ ജൂത ഭീകരർക്കെതിരായി പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ആഡംബരത്തിലും സമ്പത്തിലും മതിമറന്ന് ഈ അറബ് രാജ്യങ്ങൾ ഒരു കൊടിയെങ്കിലും പൊക്കി ഈ വംശഹത്യക്ക് പ്രതിഷേധം അറിയിക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.